ഹായ് എവരി വൺ. നമ്മളിന്ന് നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. ഗിവൺ ആൻ അറേ, ഫൈൻഡ് നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ഫോർ എവറി എലമെന്റ് ഇൻ അറേ. എലമെന്റ്സ് ഫോർ വിച്ച് നോ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് എക്സിസ്റ്റ് കൺസിഡർ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആസ് -1. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻപുട്ട് 4, 5, 2, 25. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ അറയിലുള്ള ഓരോ എലമെന്റിനും നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാനാണ്. നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ എലമെന്റിന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആയിട്ട് -1 കൺസിഡർ ചെയ്യുക. നമുക്ക് ആദ്യം 4ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് നോക്കാം. 4ന്റെ റൈറ്റിലോട്ട് 5, 2, 25 ഉള്ളത്. അതിൽ റൈറ്റിൽ വരുന്ന ആദ്യത്തെ ഗ്രേറ്റർ എലമെന്റ് ഏതാ? 4നേക്കാളും വലുതായിട്ട് 4ന്റെ റൈറ്റിലുള്ള ആദ്യത്തെ എലമെന്റ് അത് 5 ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് അറയിൽ ഇവിടെ 5 എന്ന് കിട്ടി. ഇനി ഈ 5ന്റെ റൈറ്റിലോട്ട് ഉള്ളതിൽ ആദ്യമേ വരുന്ന ഗ്രേറ്റർ എലമെന്റ് ഏതാണ്? ആദ്യമേ 2 ആണുള്ളത്. 2 5നേക്കാളും വലുതല്ല. പിന്നെ 25 ഉള്ളത്. 25 ആണ് ആദ്യമേ വരുന്ന നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ്. അതുകൊണ്ട് നമുക്കിവിടെ 25 എന്ന് കിട്ടി. ഇനി നമുക്ക് 2ന്റെ കേസ് നോക്കാം. 2ന്റെ റൈറ്റിലോട്ട് വരുന്ന ആദ്യത്തെ ഗ്രേറ്റർ എലമെന്റ് അത് 25 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 25 എന്ന് കിട്ടി. ഇനി 25ന്റെ റൈറ്റിലോട്ട് വരുന്ന ഗ്രേറ്റർ എലമെന്റ്, 25ന്റെ റൈറ്റിലോട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അന്നേരം നമ്മൾ -1 ആയിരിക്കും ഈ ഔട്ട്പുട്ടിൽ അപ്പൻഡ് ചെയ്യുക. ഇനി മറ്റൊരു ഇൻപുട്ട് നമുക്ക് നോക്കാം. 13, 7, 6, 12. ആദ്യം ഈ 13ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കണം. 13ന്റെ റൈറ്റിലോട്ട് നോക്കുമ്പോൾ 7, 6, 12 ആണ് ഉള്ളത്. ആ 3 എലമെന്റ്സും 13നേക്കാളും ഗ്രേറ്റർ അല്ല. അതുകൊണ്ട് നമുക്കിവിടെ -1 എന്ന് കിട്ടി. ഇനി ഈ 7ന്റെ റൈറ്റിലോട്ട് നോക്കാം. 7ന്റെ റൈറ്റിലോട്ട് 6ഉം 12ഉം ഉള്ളത്. ഇതിൽ 7നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്? 12 ആണ്. അതുകൊണ്ട് ഇവിടെ 12 എന്ന് കിട്ടി. ഇനി നമുക്ക് 6ന്റെ കേസ് നോക്കാം. റൈറ്റിലോട്ട് 12 ആണ് ഉള്ളത്. 12 6നേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 12 എന്ന് കിട്ടി. 12ന്റെ റൈറ്റിലോട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ -1. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നോക്കാം. നമുക്ക് ഇൻപുട്ടിലുള്ള ഓരോ എലമെന്റിന്റെയും നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയായിരിക്കും ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ ചെയ്യുക? നമ്മൾ ഓരോ എലമെന്റ് എടുക്കും. അത് കഴിഞ്ഞ് റൈറ്റിലോട്ടുള്ള എലമെന്റ്സ് ട്രാവേഴ്സ് ചെയ്യും. നമ്മൾ ആദ്യമേ ഈ 4ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അന്നേരം 4ന്റെ റൈറ്റിലോട്ടുള്ള എലമെന്റ്സ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റിനെ അപ്പൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ -1 അപ്പൻഡ് ചെയ്യും. സിമിലർലി 5ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 5ന്റെ റൈറ്റിലോട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് അപ്പൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ -1 അപ്പൻഡ് ചെയ്യും. ഇനി 2ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2ന്റെ റൈറ്റിലോട്ട് ട്രാവേഴ്സ് ചെയ്യും. നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് അപ്പൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ -1 അപ്പൻഡ് ചെയ്യും. സിമിലർലി 25ന് റൈറ്റിലോട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ -1 ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്യും. ബ്രൂട്ട് ഫോഴ്സിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയായിരിക്കും? ഓർഡർ ഓഫ് n² ആയിരിക്കും ബ്രൂട്ട് ഫോഴ്സിന്റെ ടൈം കോംപ്ലക്സിറ്റി. കാരണം എന്താണ്? ഓരോ എലമെന്റിനും നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ എലമെന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആവുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിരിക്കും ഔട്ട്പുട്ട് സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ. ഇതിൻ്റെ കോഡ് നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിലെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയിരുന്നു. ഈ ടൈം കോംപ്ലക്സിറ്റിയെ റെഡ്യൂസ് ചെയ്ത് എങ്ങനെ ഓർഡർ ഓഫ് n ആക്കാമെന്ന് നമുക്ക് നോക്കാം. ബ്രൂട്ട് ഫോഴ്സിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഓരോ എലമെന്റ് എടുക്കും. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള എലമെന്റ്സ് ട്രാവേഴ്സ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാൻ നോക്കും.
ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ ടൈം കോംപ്ലക്സിറ്റി കൂടാൻ കാരണം എന്തായിരുന്നു? നമ്മൾ ഓരോ എലമെൻറ്റും എടുത്തിട്ട് റൈറ്റ് സൈഡിലോട്ടുള്ള എലമെൻറ്റ്സ് ട്രാവേഴ്സ് ചെയ്യും. ഈ റൈറ്റ് സൈഡിലോട്ടുള്ള എലമെൻറ്റ്സ് ട്രാവേഴ്സ് ചെയ്യുന്നത് ഒരു ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രൂട്ട് ഫോഴ്സിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയത്. നമുക്ക് ഒരു എലമെൻറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഓർഡർ ഓഫ് 1 ടൈമിൽ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ആവില്ലേ? അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുക, ഈ അറയെ ബാക്ക് സൈഡിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യും. ട്രാവേഴ്സ് ഫ്രം ബാക്ക്. നമുക്ക് ഒരു എലമെൻറ്റിൽ നിൽക്കുമ്പോൾ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻ്റ് ആണ് അറിയേണ്ടത്. നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഫൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അതിലെ മോസ്റ്റ് റിസെൻ്റ് ആയ ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാക്ക് ആയിരിക്കും ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുക. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് കേസ് ഇൻപുട്ടിലൂടെ സ്റ്റാക്കിനെ ഈ പ്രോബ്ലത്തിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. ഈ പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് കേസ് എപ്പോഴായിരിക്കും? അറേ അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കുമ്പോൾ. ഒരു ഇൻപുട്ട് നോക്കാം, 1 2 3 4. ഈ ഇൻപുട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആണ്. 1ൻ്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് തൊട്ടടുത്തിരിക്കുന്ന എലമെൻ്റ് ആയിരിക്കും, അത് 2 ആണ്. 2ൻ്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് അത് 3 ആണ്. 3ൻ്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് അത് 4 ആണ്. 4ൻ്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് -1 ആണ്. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ബെസ്റ്റ് കേസ് ഇൻപുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് അറേ -1 -1 -1 -1 ആയിരിക്കും ഇനിഷ്യലി. ഒന്നിനും നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി നമ്മൾ ഈ അറയെ ബാക്ക് സൈഡിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യും. ആദ്യമേ നമ്മൾ ഈ 4 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ആയിരിക്കും എൻകൗണ്ടർ ചെയ്യുക. അന്നേരം സ്റ്റാക്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ -1 തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് 4നെ നമ്മൾ അപ്പെൻഡ് ചെയ്യും സ്റ്റാക്കിലോട്ട്. ഇനി നമ്മൾ 3 ആയിരിക്കും എൻകൗണ്ടർ ചെയ്യുക. 3 കാണുന്ന ആ ടൈമിൽ സ്റ്റാക്കിൽ 4 ഉണ്ട്. അന്നേരം 3യുടെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് 4 ആണെന്നാണ് മീൻ ചെയ്യുന്നത്. അന്നേരം ഔട്ട്പുട്ട് അറയിൽ ഇവിടെ -1നെ മാറ്റിയിട്ട് നമ്മൾ 4 വെക്കും. അത് കഴിഞ്ഞ് 3യെയും ഈ സ്റ്റാക്കിലോട്ട് അപ്പെൻഡ് ചെയ്യും. ഇനി നമ്മൾ ഈ 2നെ ആയിരിക്കും എൻകൗണ്ടർ ചെയ്യുക. 2നെ എൻകൗണ്ടർ ചെയ്യുന്ന ആ ടൈമിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 3 ഉള്ളത്. എന്ന് വെച്ചാൽ 2ൻ്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് 3 ആണ്. 2നേക്കാളും ഗ്രേറ്റർ ആയിട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ 3യും 4ഉം ഉണ്ട്. അതിലെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെൻറ്റ് 3 ആണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻ്റ് ആണ്. അന്നേരം നമ്മൾ ഈ 3യെ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് വെക്കും. അങ്ങനെ നമുക്ക് ഇവിടെ 3 കിട്ടി. ഇനി നമ്മൾ 2യെയും ഈ സ്റ്റാക്കിലോട്ട് വെക്കും. ഇനി നമ്മൾ ഈ 1നെ ആയിരിക്കും എൻകൗണ്ടർ ചെയ്യുക. 1നെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ 1നേക്കാളും ഗ്രേറ്റർ ആയിട്ട് റൈറ്റ് സൈഡിലോട്ട് 2 3 4 എന്ന് പറഞ്ഞാൽ ഈ 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിലെ നെക്സ്റ്റ് ഗ്രേറ്റർ അത് 2 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 2 കിട്ടും. സ്റ്റാക്കിലോട്ട് നമ്മൾ 1നെയും വെക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ എലമെൻറ്റിൽ നിൽക്കുമ്പോഴും സ്റ്റാക്കിലെ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ഡിസെൻഡിങ് ഓർഡറിലാണ്. നമ്മൾ ഈ 2ൽ നിന്നപ്പം സ്റ്റാക്കിൽ 4ഉം 3 ആയിരുന്നു, ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഡിസെൻഡിങ് ആയിരുന്നു. 1ൽ നിന്നപ്പം സ്റ്റാക്കിൽ 4ഉം 3ഉം 2 ആയിരുന്നു, അതും ഡിസെൻഡിങ് ആയിരുന്നു. ഇവിടെയുള്ള ഈ സ്റ്റാക്കിനെ മോണോട്ടോണിക് സ്റ്റാക്ക് എന്ന് പറയാം. മോണോട്ടോണിക് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഒന്നുകിൽ
ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. അത്രയും മോണോട്ടോണിക് സ്റ്റാക്ക് കൊണ്ട് മീൻ ചെയ്യുന്നുള്ളൂ. ഒന്നുകൂടി പറയാം, നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റിൽ നിൽക്കുകയാണ്. ആ ടൈമിൽ സ്റ്റാക്കിൽ നോക്കുമ്പോൾ സ്റ്റാക്കിലെ എലമെന്റ്സ് ഒന്നുകിൽ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും. മറ്റൊരു രീതി പറഞ്ഞാൽ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. നമുക്ക് മോണോട്ടോണിക് സ്റ്റാക്ക് ഉപയോഗിച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു നോർമൽ ഇൻപുട്ട് ഉണ്ട്, 5 3 1 2 4 6. ഇനിഷ്യലി ഔട്ട്പുട്ട് അറയിലെ ഓൾ എലമെന്റ്സ് -1 ആയിരിക്കും. നമ്മൾ ഈ ഇൻപുട്ട് അറയെ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും ട്രാവേഴ്സ് ചെയ്യുക. ആദ്യം നമ്മൾ ഈ 6 എന്ന് പറഞ്ഞ ഈ എലമെന്റിനെ കാണും. ആ ടൈമിൽ സ്റ്റാക്ക് എം ഡി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്പുട്ട് അറയിൽ ഈ ഒരു പാർട്ട് -1 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഇനി നമ്മൾ 6നെ സ്റ്റാക്കിലോട്ട് അപ്പൻഡ് ചെയ്യും. ഇനി നമ്മൾ ഈ 4നെ എൻകൗണ്ടർ ചെയ്യാണ്. 4നെ എൻകൗണ്ടർ ചെയ്യുന്ന ആ ടൈമിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് 6 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 4ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് 6 ആണ്. അന്നേരം ഔട്ട്പുട്ട് അറയിൽ ഇവിടെ ചെന്നിട്ട് നമ്മൾ അതിനെ 6 ആകും. ഇനി നമ്മൾ 4നെ സ്റ്റാക്കിലോട്ട് വെക്കും. ഇനി നമ്മൾ ഈ 2നെ കാണുകയാണ്. 2നെ കാണുന്ന ആ ടൈമിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് 4 ആണ്. സ്റ്റാക്കിൽ ഇപ്പോൾ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 4ഉം 6ഉം ആണ്. 2നേക്കാളും ഗ്രേറ്റർ ആയ എലമെന്റ്സ് 4ഉം 6ഉം ആണ് 2ന്റെ റൈറ്റ് സൈഡിലുള്ളത്. അതിലെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് അത് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റ് ആണ്, അത് 4 ആണ്. നമ്മളിവിടെ ചെന്ന് 4 വെച്ചു, -1നെ മാറ്റി 4 ആക്കി. ഇനി നമ്മൾ 2നെയും സ്റ്റാക്കിലോട്ട് വെക്കും. ഇനി നമ്മൾ 1നെ കാണുകയാണ്. 1നെ കാണുന്ന ആ ടൈമിൽ സ്റ്റാക്കിൽ 2ഉം 4ഉം 6ഉം ഉള്ളത്. എന്ന് വെച്ചാൽ 1നേക്കാളും ഗ്രേറ്റർ ആയിട്ട് 1ന്റെ റൈറ്റ് സൈഡിൽ 2ഉം 4ഉം 6ഉം ഉണ്ട്. അതിൽ നെക്സ്റ്റ് ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് അത് 2 ആണ്. അങ്ങനെ നമുക്കിവിടെ 2 എന്ന് കിട്ടും. ഇനി നമ്മൾ 1നെയും സ്റ്റാക്കിലോട്ട് വെക്കും. ഇപ്പം നമ്മൾ ഈ 3യെ എൻകൗണ്ടർ ചെയ്തു. 3യെ എൻകൗണ്ടർ ചെയ്ത ടൈമിൽ സ്റ്റാക്കിൽ 1ഉം 2ഉം 4ഉം 6ഉം ഉണ്ട്. നമുക്കറിയാം ഈ 1ഉം 2ഉം 3യേക്കാളും ഗ്രേറ്റർ അല്ല. അന്നേരം ഈ 1നെയും 2നെയും നമുക്ക് റിമൂവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അത് ട്രൂ ആണ്. അന്നേരം ഈ 1നെ നമ്മൾ പോപ്പ് ചെയ്യും. ഇനി നമ്മൾ സ്റ്റാക്കിലെ അടുത്ത എലമെന്റ് നോക്കും, 2 ആണ്. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അതും ട്രൂ ആണ്. അന്നേരം സ്റ്റാക്കിൽ നിന്ന് 2നെ റിമൂവ് ചെയ്യും. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 അത് ഫാൾസ് ആണ്. എന്ന് വെച്ചാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് ആണ് 3യുടെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ്. അങ്ങനെ നമുക്ക് 4 കിട്ടി 3യുടെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആയിട്ട്. ഇനി നമ്മൾ 3യെയും സ്റ്റാക്കിലോട്ട് വെക്കും. ഇനി നമ്മൾ ഈ 5യെ എൻകൗണ്ടർ ചെയ്യുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ സ്റ്റാക്കിൽ 3ഉം 4ഉം 6ഉം ഉള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ 3ഉം 4ഉം 5ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് ആയിരിക്കില്ല. അന്നേരം 3യെയും 4നെയും സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ചെയ്യുക? 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആണ്. അന്നേരം 3യെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 അതും ട്രൂ ആണ്. അന്നേരം 4നെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അത് ഫാൾസ് ആണ്. ഇപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് 6 ആണ്. അന്നേരം 5ന്റെ നെക്സ്റ്റ് ഗ്രേറ്റർ എലമെന്റ് 6 ആയിരിക്കും.
ഇനി നമ്മൾ 5i ഈ സ്റ്റാക്കിലോട്ട് വെക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റ് കിട്ടി. 64246 -1 ആയിരിക്കും ഈ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു എലമെൻറ്റിൽ നിൽക്കുമ്പോൾ സ്റ്റാക്കിലുള്ള എലമെൻറ്റ്സ് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ എപ്പോഴും ഗ്രേറ്റർ ടു സ്മോളർ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും സ്റ്റാക്കിലുള്ള എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. def നെക്സ്റ്റ് ക്രിയേറ്റർ എലമെൻറ്റ് അറേ st ഈക്വൽ ടു empty list. ഞാൻ സ്റ്റാക്കിന് കൊടുത്തിരിക്കുന്ന പേരാണ് st. റിസൾട്ട് ഈക്വൽ ടു -1 ഇൻറ്റു ലെങ്ത് ഓഫ് അറേ. റിസൾട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റ്. ഇനിഷ്യലി ഔട്ട്പുട്ട് ലിസ്റ്റിൻ്റെ എല്ലാ എലമെൻറ്റ്സും -1 ആണ്. ഫോർ i ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് അറേ -1 -1 -1. നമ്മൾ i എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉപയോഗിച്ചായിരിക്കും അറേയെ ബാക്ക് സൈഡിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യുക. വൈൽ സ്റ്റാക്ക് ആൻഡ് അറേ ഓഫ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് -1. വൈൽ സ്റ്റാക്ക് empty അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കറണ്ട് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാക്കിൻ്റെ ടോപ്പ് ആണെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക. ഇഫ് സ്റ്റാക്ക് empty അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് i ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് -1. സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റ് ith ഇൻഡെക്സിലോട്ട് വെക്കുക. സ്റ്റാക്ക് ഡോട്ട് അപ്പെൻഡ് അറേ ഓഫ് i. റിട്ടേൺ റിസൾട്ട്. ഇതിന് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. കാരണം നമ്മൾ ഇവിടെ ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്.